2001 ഒക്ടോബർ മാസം 31 തീയതി കൊടൈക്കനാലിലെ 2 ഫോറസ്റ്റ് ഗാർഡുകൾക്ക് ഒരു മലഞ്ചെരുവിൽ കുടുങ്ങിക്കിടക്കുന്ന നിലയിൽ ഒരു പുരുഷന്റെ മൃതദേഹം ലഭിക്കുന്നു. മൃതദേഹത്തിന് 4-5 ദിവസത്തെ പഴക്കമുണ്ടായിരുന്നു. അന്ന് നിലവിലുണ്ടായിരുന്ന മാൻ മിസ്സിംഗ് കേസുകളായ എല്ലാം ഒത്തുനോക്കിയെങ്കിലും ഈ മരിച്ചത് ആരാണെന്ന് പോലീസിന് കണ്ടെത്താനായില്ല. അതേ തുടർന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കൊടൈക്കനാലിൽ തന്നെ ഈ മൃതദേഹം സംസ്കരിച്ചു. പോസ്റ്റ്മോർട്ടത്തിൽ ഇതൊരു കൊലപാതകമാണെന്ന് തെളിഞ്ഞതോടെ മൃതദേഹം അന്ന് ധരിച്ചിരുന്ന വസ്ത്രങ്ങളും മൃതദേഹത്തിന്റെ ഫോട്ടോകളും എല്ലാം ഭദ്രമായി പോലീസ് സൂക്ഷിച്ചു വെച്ചു. ഇതേ സമയം ചെന്നൈ വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ നവംബർ 9 ജീവജ്യോതി എന്ന പെൺകുട്ടി തന്റെ ഭർത്താവിനെ കാണാനില്ല എന്ന് കാണിച്ചുകൊണ്ട് പോലീസിൽ പരാതി നൽകുന്നു. ആ പരാതിയുടെ അന്വേഷണം പിന്നീട് എത്തിച്ചേർന്നത് ഈ കൊടൈക്കനാലിൽ നിന്നും ലഭിച്ച അജ്ഞാത മൃതദേഹത്തിലേക്കായിരുന്നു. പിന്നീടുള്ള പോലീസ് അന്വേഷണത്തിൽ ഇത് തമിഴ്നാടിനെ തന്നെ പിടിച്ചുകുലുക്കിയ ഒരു വലിയ കേസായി മാറുന്നു. ലോകം മുഴുവൻ പടർന്നു പന്തലിച്ചു കിടക്കുന്ന ഹോട്ടൽ ശരവണഭവൻ എന്ന ലോകപ്രസിദ്ധമായ ഹോട്ടലുകളുടെ ഉടമയായ പിച്ചൈ രാജഗോപാലായിരുന്നു ഈ കേസിൽ മുഖ്യപ്രതി. ജ്യോതിഷത്തിൽ വളരെയധികം വിശ്വസിച്ചിരുന്ന രാജഗോപാലിന് ഇങ്ങനെ ഒരു കൊലപാതകം ചെയ്യേണ്ടി വന്നതും ഒരു ജ്യോതിഷൻ കാരണമാണ്. ജീവജ്യോതി എന്ന പെൺകുട്ടിയെ തന്റെ 3ാമത്തെ ഭാര്യയായി സ്വീകരിച്ചാൽ ഇപ്പോഴുള്ളതിനേക്കാൾ 10 മടങ്ങ് സമ്പത്ത് തനിക്ക് കൂടുമെന്ന് ഒരു ജ്യോത്സ്യൻ പറഞ്ഞത് വിശ്വസിച്ച് ജീവജ്യോതിയെ സ്വന്തമാക്കുവാൻ വേണ്ടിയാണ് ജീവജ്യോതിയുടെ ഭർത്താവിനെ ഇയാൾ കൊലപ്പെടുത്തിയത്.